ഇഷ്ടഭവനത്തിന് വേണ്ടി ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? സിബിൽ സ്കോർ കാരണം അത് നടക്കാതെ പോയിട്ടുണ്ടോ? അതുപോലെ നിങ്ങളൊരു വാഹനം വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടും സിബിൽ സ്കോർ ഒരു വില്ലനായിട്ടുണ്ടോ? എന്താണ് സിബിൽ സ്കോർ? എന്തിനു വേണ്ടിയിട്ടാണത്? ഹായ്, ഞാൻ ശ്രീനാഥ്. ഇന്ന് നമുക്ക് സിബിൽ സ്കോറിനെ കുറിച്ചൊന്ന് നോക്കാം. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്, ഇതാണ് സിബിലിൻ്റെ ഫുൾ ഫോം. നമ്മൾ ഓരോരുത്തരും, അത് ഇൻഡിവിജ്വൽസ് ആവട്ടെ ബിസിനസ് ആവട്ടെ, എല്ലാവരുടെയും ക്രെഡിറ്റ് റീപേയ്മെൻറ്റ് ഹിസ്റ്ററി അത് കളക്ട് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും സിബിൽ എന്ന ഓർഗനൈസേഷനാണ്. നമ്മൾ എടുക്കുന്ന ലോൺ, ക്രെഡിറ്റ് കാർഡ്, ഇതിലേക്കുള്ള നമ്മളുടെ തിരിച്ചടവ്, ഇതെല്ലാമാണ് സിബിൽ സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാമാണ് സിബിൽ സൂക്ഷിക്കുന്നത് എന്ന് വേണം പറയാൻ. സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ മാത്രമാണ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അങ്ങനെയല്ല. ഇതൊരു 3 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. എങ്കിലും ഈ 3 ഡിജിറ്റ് നമ്പറാണ് നമ്മളുടെ ക്രെഡിറ്റ് വർത്തിനെസ്, അതായത് ലോൺ എടുക്കാനുള്ള നമ്മളുടെ ട്രസ്റ്റ് വർത്തിനെസ് അളക്കുന്നത്. 300ൻ്റെയും 900ൻ്റെയും, അതായത് 300 to 900 ആണ് സിബിലിൻ്റെ റേഞ്ച്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അത് 750 മുകളിലാണെങ്കിൽ, അതായത് 750ൻ്റെയും 900ൻ്റെയും ഇടയിലാണെങ്കിൽ, നിങ്ങൾക്ക് ലോൺ എടുക്കാനോ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനോ വളരെ എളുപ്പമായിരിക്കും. ബാങ്കുകൾ ഇത് വളരെ നല്ലൊരു സ്കോറായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. അതേസമയം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 650 താഴെയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബാങ്കുകൾ നിങ്ങളെ ഒരു റിസ്കി ലെൻഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്രെഡിറ്റ് സ്കോർ കുറയുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും ഇതിന് 4 കാരണങ്ങളാണുള്ളത്. അതിലാദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്. നമ്മൾ ഒരു ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മളതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിൽ മുടക്കം വരുത്തിയാൽ ഇത് നമ്മളുടെ സിബിൽ സ്കോറിനെ വളരെ മോശമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. രണ്ടാമത്തേത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷനാണ്. അതായത് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിന് ലിമിറ്റ് 1 lakh ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 1 lakh ലിമിറ്റിൽ നമ്മളൊരു 90%, അതായത് 90,000 റുപ്പീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതൊരു മോശം കാര്യമായിട്ടാണ് സിബിലിൽ റിഫ്ലക്റ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ക്രെഡിറ്റിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡൻസി ചെലുത്തുന്നു എന്ന് അതിനർത്ഥമുണ്ട്. ഒരു ഐഡിയൽ സിറ്റുവേഷനായിട്ട് 30% ആണ് സിബിൽ പറയുന്നത്. നമ്മളുടെ ലിമിറ്റ് 1 lakh ആണെങ്കിൽ നമ്മൾ 30,000ൻ്റെ ഉള്ളിൽ നമ്മളുടെ ക്രെഡിറ്റ് ഡിപ്പെൻഡൻസി നിർത്താൻ ശ്രമിക്കണം. ക്രെഡിറ്റ് ഏജിങ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളൊരു ലോൺ എടുത്തു, നമ്മളൊരു 3-4 ഇൻസ്റ്റാൾമെൻറ്റിൽ അത് അടച്ചു തീർത്തു. നമ്മളുടെ സിബിൽ സ്കോർ നല്ലതായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ റെഗുലറായിട്ട് EMI എത്രയും നാൾ അടയ്ക്കുന്നോ അത് നമ്മളുടെ സിബിൽ സ്കോറിനെ അത്രയും നല്ലതായിട്ട് തന്നെ ഭവിക്കുന്നു. നിങ്ങളുടെ സിബിൽ സ്കോർ കുറയുവാൻ 4ാമത്തെ കാരണം അത് നിങ്ങൾക്ക് ഒരേ സമയം ഒരുപാട് ലോണുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് കൂടി ആവാം. ഐഡിയലി 1 അല്ലെങ്കിൽ 2 ലോണുകൾ മാത്രമേ അറ്റ് എ ടൈം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനായി ട്രാൻസ് യൂണിയൻ സിബിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പറും മൊബൈൽ നമ്പറും നിങ്ങളുടെ ബേസിക് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസും കൊടുത്ത് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാർഡ് പോലെയാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.